नमस्ते बच्चों, 5th स्टैंडर्ड हिंदी लेसन 12 चिड़ियाघर की सैर। इस पाठ का शेष भाग देखिए। पेज नंबर 75। सही उत्तर पर सही का निशान लगाइए। टिक द करेक्ट आंसर। ഏതാണ് ശരി ഉത്തരമെന്ന് ഈ രണ്ട് സെന്റൻസും നോക്കി നിങ്ങൾ കണ്ടുപിടിക്കണം. अचानक हमने एक शेर की दहाड़ सुनी, हम डर से. പെട്ടെന്ന് സിംഹത്തിന്റെ അലർച്ച കേട്ടു. ഹം ഡർ സേ ഞങ്ങൾ പേടിച്ചിട്ട് എന്താണ് ചെയ്തത്? ഏക് കദം പീछे ഹട്ട് ഗയേ ഒരടി പുറകോട്ട് പോയി. ചിടിയാഘർ സേ ബാഹർ ആ ഗയേ സൂന്ന് പുറത്തേക്ക് പോയി. ഏതാണ് അതിൽ കറക്റ്റ്? ഫസ്റ്റ് വൺ. ഏക് കദം പീछे ഹട്ട് ഗയേ. സംജിയാ? മനസ്സിലായോ? അടുത്ത നോക്കൂ. അപ്പൊ അതാണ് ടിക്ക് ഇടുന്നത്. നാം ലിഖിയേ, റൈറ്റ് ദ നെയിംസ്. അവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, നോക്കൂ. ജംഗലി പശു എന്ന് പറഞ്ഞ ജംഗലി എന്താണ്? ജംഗലി വൈൽഡ് ആനിമൽസ്. നെയിം 3 വൈൽഡ് ആനിമൽസ്. ആ ഡാഷിൽ വൈൽഡ് ആനിമൽസിന്റെ പേര് എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 എണ്ണം എഴുതാം. മിസ് ഉദാഹരണം തന്നേ ഉള്ളൂ. ഷേർ, ബാഗ്, ഹാത്തി. വൈൽഡ് ആനിമൽസ്. നെയിം 3 വൈൽഡ് ആനിമൽസ്. അടുത്തത് പാൽത്തു പശു, ഡൊമസ്റ്റിക് ആനിമൽസ്. കുത്ത, ബില്ലി, ഗായ്. മിസ് എഴുതിയത് തന്നെ എഴുതണം എന്നില്ല. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പാൽത്തു ജാൻവർ, വളർത്തുമൃഗം ഏത് വേണമെങ്കിലും എഴുതാം. ദൂത്, ഘീ ദേനെ വാലെ പശു. പാലും പാലിൽ നിന്ന് എടുക്കുന്ന നെയ്യും നമുക്ക് കിട്ടുന്ന ആനിമൽസ് ഏതൊക്കെയാണ്? ഗായ്, ബക്കരി, ബൈംസ്. ബൈംസ് का अर्थ ബഫെലോ, ബഫെലോ. അടുത്ത നോക്കൂ, ഭാഷാജ്ഞാൻ. विलोम शब्द चुनकर लिखिए. मित्र, अशांति, खुला, निर्भय, प्राकृतिक, प्राकृतिक, अनावश्यक, जंगली, सुलभ, दुर्लभ. ആ ബ്രാക്കറ്റ് നിങ്ങൾ കൊടുത്ത വാക്കുകൾ നോക്കൂ. ദുർലഭ് ഏതായിരിക്കും അതിന്റെ വിലോം ശബ്ദം വരുന്നത്? സുലഭ്. ദുർലഭ്, സുലഭ്. ആവശ്യക്, അനാവശ്യക്, അനാവശ്യക്. ശാന്തി, അശാന്തി. ബന്ദ്, ഖുല, ബന്ദ്, ഖുല. അടയ്ക്കുക, തുറക്കുക. കൃത്രിം, പ്രാകൃത്യം. ആർട്ടിഫിഷ്യൽ और അതിന്റെ ഓപ്പോസിറ്റ് ഒറിജിനൽ. പാൽത്തു, ജംഗലി. ശത്രു, മിത്ര. ഭയഭീത്, നിഡർ, നിഡർ. ഭയഭീത്, നിഡർ. നിഡർ എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്ത. നെക്സ്റ്റ് നോക്കൂ. ക്ഷ, ത്ര, ഗ്യ तथा श्र संयुक्त व्यंजन कहलाते हैं. संयुक्त व्यंजन कहलाते हैं. आइए इनका वर्ण विच्छेद सीखें. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സംയുക്താക്ഷരങ്ങള്. 2 അക്ഷരങ്ങള് വരുന്ന അക്ഷരങ്ങളാണ് സംയുക്ത അക്ഷരം, അല്ലെ? കൂടിച്ചേർന്ന് വരുന്ന അക്ഷരങ്ങളാണ് സംയുക്ത അക്ഷരം. ക്ഷ എന്ന് പറയുന്ന സംയുക്ത അക്ഷരത്തില് ഏതൊക്കെ അക്ഷരങ്ങള്, ഏതൊക്കെ വർണ്ണാണ് വരുന്നത് നോക്കൂ. ക, ക് പ്ലസ് ഷ, ഷ്. ക് പ്ലസ് ഷ് പ്ലസ് ആ. ആ 3 സ്വരവും വർണ്ണവും സ്വരവും ചേർന്ന് വരുന്ന അക്ഷരമാണ് ഏത്? സംയുക്ത അക്ഷരം. ക്ഷ, ക് പ്ലസ് ഷ് പ്ലസ് ആ. ഗ്യ, ജ് പ്ലസ് ഞ പ്ലസ് ആ. ഇതൊക്കെ ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ത്ര, ത് പ്ലസ് ര് പ്ലസ് ആ. ശ്ര, ഷ് പ്ലസ് ര് പ്ലസ് ആ. ആ വർണ്ണവും ആ സ്വരവും ചേർന്ന് വരുന്ന അക്ഷരങ്ങളാണ് എന്ത്? സംയുക്ത അക്ഷരം. സംയുക്ത വ്യഞ്ജൻ कहलाते हैं. ഇങ്ങനെ വരുന്ന സംയുക്ത വ്യഞ്ജൻ ഏതൊക്കെയാണ്? ക്ഷ, ത്ര, ഗ്യ, ശ്ര.
इनका वर्ण विच्छेद सीखे. वर्ण विच्छेद सीखे. പഠിച്ചു നിങ്ങൾ ക്ഷ ഗ്യ സ്ര ത്ര ഇതൊക്കെ മിസ് ഇപ്പൊ പറഞ്ഞു തന്നു. അത് പ്രകാരം നിമ്നലിഖിത ശബ്ദോं का वर्ण विच्छेद कीजिए. നിങ്ങൾക്ക് അവിടെ ഒരു 4 വേർഡ്സ് തന്നിട്ടുണ്ട്. അത് എന്ത് ചെയ്യണം നിങ്ങൾ? സ്പ്ലിറ്റ് ദ ലെറ്റേഴ്സ്. ആ ലെറ്റേഴ്സ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതണം. ഫസ്റ്റ് വൺ ശ്രം. ശ്രം എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെയാണ് വരുന്നത്? ഷ, ശ്ര പ്ലസ് ര് പ്ലസ് ആ പ്ലസ് മ പ്ലസ് ആ. ഇത്രയും സ്വരങ്ങളും വ്യഞ്ജനവുമാണ് അതിന്റെ കൂടെ വരുന്നത്. ആ വർണ്ണിന്റെ കൂടെ വരുന്നത് ശ്രദ്ധിക്കാം. പക്ഷി പ പ്ലസ് ആ പ്ലസ് ക പ്ലസ് ഷ പ്ലസ് ഈ. പക്ഷി എന്നാണ് അവസാനത്തത്, ഈ എന്നാണ് വരുന്നത്. അപ്പം ഈ. യജ്ഞ യജ്ഞ യ പ്ലസ് ആ ജ പ്ലസ് ഞ പ്ലസ് ആ. ചിത്ര ച പ്ലസ് ഇ. ഇപ്പോഴാണ് എന്ത് വരുള്ളൂ? ചി എന്ന് വരുള്ളൂ. ചി പ്ലസ് ത് പ്ലസ് ര ര്. രാന്റെ അടിയിൽ ഒരു വരയുണ്ട്. പ്ലസ് ആ ചിത്ര. അത് നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം. സ്പ്ലിറ്റ് ദ ലെറ്റേഴ്സ്. ബഹുവചൻ ബനായേ ചേഞ്ച് ഇൻടു പ്ലൂറൽ. ചിടിയാ ചിടിയാ चिड़ियाँ. चिड़िया का बहुवचन शब्द चिड़ियाँ. बुढ़िया बुढ़िया. दिव्या दिव्या. गुड़िया गुड़िया. അതുപോലെ നോക്കുക. മാല മാലായേ. മാലായേ. നൗക നൗകായേ. ശാഖ ശാഖായേ. കവിത കവിതായേ. രംഗ് ബിരംഗി ചിടിയ ഹരി ഹരി ഘാസ്. അവിടെ നോക്കൂ. രംഗ് ബിരംഗി, ആ ചിടിയാന്നുള്ളതിനെ പക്ഷികളെ വിശേഷിപ്പിക്കുന്ന ശബ്ദമാണ് രംഗ് ബിരംഗി. കളർഫുൾ, വിവിധ നിറങ്ങളോട് കൂടിയ. അതുപോലെ ഹരി ഹരി ഘാസ്, നല്ല പച്ച പുല്ല്. പച്ച എന്ന പദം കൊണ്ട് ഘാസിനെ, പുല്ലിനെ അവിടെ വിശേഷിപ്പിച്ച് പറയുന്നു. रंगीन शब्द हमें चिड़ियों और घास की विशेषता बता रहे हैं. विशेषता എന്ന് പറയുന്നത് adjectives. किसी चीज या व्यक्ति के गुण दोष बताने वाले शब्द विशेषण कहते हैं. എന്തെങ്കിലും ഒരു സാധനത്തെയോ അല്ലെങ്കിൽ വ്യക്തിയെയോ അതിന്റെ ഗുണദോഷങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ അതിനെ വിശേഷിപ്പിച്ച് പറയുന്ന പദങ്ങളെയാണ് വിശേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ. നിമ്നലിഖിത ശബ്ദോं में से विशेषण शब्द छांट कर लिखिए. Write the adjectives. adjectives विशेषण എന്ന് പറയുന്നത് എന്താണ്? किसी चीज या व्यक्ति के गुण दोष बताने वाले विशेषण कहलाते हैं. रंग बिरंगी विशेषण शब्द है. हरी हरी विशेषण शब्द है. इसलिए मुख्य द्वार. द्वार का अर्थ वाതിൽ. मुख्य द्वार പ്രധാന കവാടം. പ്രധാന എന്ന് പറയുന്ന പദം കൊണ്ടാണ് അവിടെ മുഖ്യ എന്ന വാക്കിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതില് ഏതാണ് വിശേഷൻ ശബ്ദ ക്യാ ഹേ? മുഖ്യ. ജംഗലി പശു ജംഗലി. സഫേദ് ബതഖേ വെളുത്ത താറാവുകൾ അല്ലെ. അപ്പൊ ആ താറാവിനെ, ആ ഡക്സിനെ വിശേഷിപ്പിക്കുന്നത് അതിന്റെ നിറം കൊണ്ടാണ്. സഫേദ്, വൈറ്റ്. ആ സഫേദ് എന്നുള്ളതാണ് വിശേഷൻ. കൃത്രിം ജീൽ. ജീൽക്കാർക്ക് തടാകം പഠിച്ചതാണല്ലോ. കൃത്രിം, കൃത്രിമമായ തടാകം. जापानी नौका. इसमें जापानी विशेषण है. मीठा स्वर. मीठा कैसे स्वर? मीठा स्वर. मीठा विशेषण शब्द है. समझिए बच्चों. अगला, वाक्य को सही ढंग से पढ़ने और समझने के लिए हमें कुछ चिन्हों की
आवश्यकता होती है जिन्हें हम विराम चिन्ह कहते हैं. വിരാം ചിഹ്ന എന്ന് പറയുന്നത് അവിടെ നോക്കുക, നിങ്ങൾ കുറെ ചിഹ്നങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ചിഹ്നങ്ങൾ പങ്ക്ച്വേഷൻ മാർക്ക്, ഇതിനെയാണ് എന്ത് പറയുന്നത്? പങ്ക്ച്വേഷൻ മാർക്ക്. ഫസ്റ്റ് പൂർണ്ണ വിരാം. പൂർണ്ണ വിരാം എന്ന് പറഞ്ഞ ഒരു സെന്റൻസ് കഴിഞ്ഞാല് അതിന് നമ്മള് ഇംഗ്ലീഷ് ആയാലും ഒക്കെ എന്താ ചെയ്യുന്നത്? ഇംഗ്ലീഷിലാണെങ്കിൽ ഒരു സെന്റൻസ് കഴിഞ്ഞാൽ ഒരു കുത്തിടും, അതിനെയാണ് ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഹിന്ദിയില് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരു സെന്റൻസ് കഴിഞ്ഞാൽ ഒരു ചെറിയ ലൈനാണ് ഇടുന്നത്, ഒരു ചെറിയ വര അല്ലെ? എക്സാമ്പിൾ നോക്കൂ, പശു ഹമാരെ മിത്രേ, മൃഗങ്ങൾ നമ്മുടെ മിത്രങ്ങളാണ്. ആ സെന്റൻസ് അവിടെ അവസാനിച്ചു. അപ്പൊ ഇംഗ്ലീഷിലൊക്കെ ഇടുന്ന പോലെ നമ്മൾ ഒരു ഡോട്ട് അല്ല ഇടുന്നത്, ഒരു ചെറിയ വര, അതാണ് ഫുൾ സ്റ്റോപ്പ്. ആ സെന്റൻസ് അവിടെ അവസാനിച്ചു. ഏക് നദീമേ ഏക് കച്ചുവ രഹതാ ഹേ, അത് കഴിഞ്ഞ് രഹതാ ഹേ കഴിഞ്ഞിട്ട് ഒരു വര ഇട്ടില്ലേ മിസ്? അതാണ് പ്രശ്നവാചക്. അടുത്തത് പ്രശ്നവാചക് ചിഹ്ന, അത് ക്വസ്റ്റ്യൻ മാർക്ക്. നോക്കൂ, തുമാരാ നാം ക്യാ ഹേ, ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒടുവില് നമ്മൾ ഇങ്ങനെ ഒരു ചിഹ്നം ഇടുന്നു, അതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. അടുത്തത് വിസ്മയാദി ബോധക്, എക്സ്ക്ലമേഷൻ മാർക്ക്. മലയാളത്തില് ആശ്ചര്യ ചിഹ്നം കേട്ടിട്ടില്ലേ? നമ്മൾ ആശ്ചര്യത്തിൽ പറയുന്നത് ബഹുത് സുന്ദർ ഹേ, ഹായ്, വാ, അരേ വാ. പിന്നെ ഇംഗ്ലീഷിലാണ് ഓ മൈ ഗോഡ് എന്നൊക്കെ പറയില്ലേ? എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചാലൊക്കെ അതിന്റെയൊക്കെ ഒടുവിൽ എന്തിടുന്നു? ഒരു ചെറിയ വരയോ ഒരു അടിയിൽ കുത്തും. ഈ ചിഹ്നത്തെയാണ് വിസ്മയാദിബോധക് ചിഹ്ന എന്ന് പറയുന്നത്. അടുത്തത് ചെറിയൊരു ഐഫൺ, ചെറിയൊരു വരയിടും, അതിനാണ് ഇംഗ്ലീഷില് ഐഫൺ എന്ന് പറയും. ഹിന്ദിമേ യോജക് ചിഹ്ന, യോജക് ചിഹ്ന. ഖേൽ കൂദ്, ഖേൽ കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഒരു വരയിടുന്നുണ്ട്, ഖൂദ്. ഗുൺ ദോഷ്, മാൻ സമാൻ, ചായ് കാഫി, അതിന്റെയൊക്കെ നടുവില് ഇങ്ങനെ ഒരു ചെറിയ വരയുണ്ട്, അതാണ് ഐഫൺ. ഹിന്ദിമേ യോജക് ചിഹ്ന. യോജക് ചിഹ്ന എന്ന് പറഞ്ഞാൽ ദോ ശബ്ദോं को जोड़ने के लिए योजक चिन्ह का किया जाता है. രണ്ട് ശബ്ദങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്നതിന് നമ്മൾ ചെറിയ ഒരു വര ഇടുന്നു. അടുത്തത് നിർദ്ദേശക് ചിഹ്നം. നിർദ്ദേശക് ചിഹ്നം എന്ന് പറയുന്നത് ഡാഷ്, വലിയൊരു കുറച്ച് ഐഫൺ അല്ല, അതിനേക്കാളും കുറച്ച് വലിയൊരു വരയിടും. ജൈസെ, ഘോഡ, ഗംഗ, ഊണ്ട് ആദി, ജംഗൽ, കാനൻ, വൻ, അത് നിർദ്ദേശക് ചിഹ്നം. ഉദ്ധരൺ ചിഹ്നം. ഉദ്ധരൺ ചിഹ്നം എന്ന് പറഞ്ഞാൽ അപ്പോസ്ട്രോഫി, അത് രണ്ട് തരത്തിലുണ്ട്. കൊട്ടേഷൻ മാർക്ക് ഉണ്ട്, അത് രണ്ടെണ്ണം വരും. പിന്നെ അപ്പോസ്ട്രോഫി എന്ന് പറയുന്നത് ഓരോ കുത്ത് കോട്ട് ചെയ്ത് പറയുന്ന വാക്കുകളാണ് അത് വരുന്നത്. ഷേർനെ കഹാ, ടീക്ക് ഹേ, ടീക്ക് ഹേ, ജൽദി ബോലോ. അപ്പം ഷേർ പറഞ്ഞു, സിംഹം പറഞ്ഞു. ടീക്ക് ഹേ, ടീക്ക് ഹേ, ഒരാള് പറഞ്ഞ വാക്കുകള് നമ്മൾ വീണ്ടും എടുത്തു പറയുമ്പോഴാണ് അത് ഏതിലിടുന്നത്? കൊട്ടേഷൻ മാർക്സില്. അതിനാണ് പറയുന്നത്, ഉദ്ധരിച്ച് പറയുന്ന ചിഹ്നങ്ങളെയാണ് ഉദ്ധരൺ ചിഹ്നം എന്ന് പറയുന്നത്. അല്പവിരാം, അല്പവിരാം का अर्थ കോമ. ഇംഗ്ലീഷില് അംഗ്രേസി में क्या है? കോമ. മലയാളത്തിൽ എന്ത് പറയും? അല്പവിരാമം. ആ സെന്റൻസ് പൂർണ്ണമായിട്ടില്ല, പകുതി ആയപ്പോൾ അത് വിരമിച്ചു. ജൈസെ ഗായ്, ഘോഡ, ബൈംസ്, ബില്ലി, ബക്കരി ആദി. അപ്പൊ അവിടെയെല്ലാം ഓരോ ആനിമൽസിനെയും കോമ ഇട്ടിട്ട് എഴുതിയിട്ടുണ്ട്, അതാണ് അല്പവിരാം. അർദ്ധവിരാം. അർദ്ധവിരാമ മിസ് കോളത്തിലിട്ട് കണ്ടില്ലേ? जो जंगलों में रहते हैं उन्हें जंगली जानवर कहते हैं.
जंगली जानवर कहते हैं के बाद अर्धविराम चिन्ह है, जैसे शेर, चीता, भालू, बंदर आदि. എല്ലാ ചിഹ്നങ്ങളും ഇത്രയും ചിഹ്നങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാൻ ഉള്ളത്. ടെക്സ്റ്റിൽ നോക്കൂ, പൂർണ്ണവിരാം. അത് ആ ചിഹ്നങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി തന്നെ പഠിക്കണം. ചിഹ്നങ്ങൾ പൂർണ്ണവിരാം, ഫുൾ സ്റ്റോപ്പ്, പ്രശ്നവാചക ചിഹ്നം, ക്വസ്റ്റ്യൻ മാർക്ക്, വിസ്മയാദിബോധക്, ആശ്ചര്യ ചിഹ്നം, എക്സ്ക്ലമേഷൻ മാർക്ക്. ആ ചിഹ്നങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി തന്നെ പഠിക്കണം. योजक चिन्ह, हाइफन, निर्देशक चिन्ह, डैश, उद्धरण चिन्ह, अपोस्ट्रोफी और कोटेशन मार्क्स. ओके, അത് കഴിഞ്ഞിട്ട് इकहरे उदाहरण चिन्ह का प्रयोग किसी विशेष शब्दों को दूसरे शब्दों से अलग दिखाने के लिए किया जाता है, जैसे शेर को मृगेंद्र भी कहा जाता है. निम्नलिखित वाक्यों में इकहरा उद्धरण चिन्ह और दोहरा उद्धरण चिन्ह लगाइए. Put quotation marks in sentences. First one, हम अपनी पुस्तक संकल्प पढ़ रहे हैं. इसमें സങ്കല്പാണ് ഏതിൽ വരുന്നത്? കൊട്ടേഷനിൽ വരുന്നത്. അത് ഇഖര ഉദ്ധരൺ. ഇഖര ഉദ്ധരൺ എന്ന് പറയുന്നത് സിംഗിൾ ആണ്, സിംഗിൾ ഫോൾഡ്. ചെറിയ ഒരു ഒറ്റ ഒന്ന് മാത്രം ഇട്ടിട്ട് കണ്ടില്ലേ, അതാണ് ഇഖര ഉദ്ധരൺ. ദുഹര ഉദ്ധരൺ എന്ന് പറയുന്നത് ഡബിൾ ഇൻവേർട്ടഡ് കോമ, രണ്ട് കോമകൾ ഉണ്ടാവും. മാനെ കഹ, അമ്മ പറഞ്ഞു, പറഞ്ഞ കാര്യങ്ങൾ എടുത്തു പറയുന്നത് ഡബിൾ ഇൻവേർട്ടഡ് കോമയിലാണ്, അതായത് ദുഹര ഉദ്ധരൺ. പിന്നെ മേരെ ദാദാജി ബോല मैं भी तुम्हें चिड़ियाघर ले जाऊंगा. ആ मैं भी तुम्हें चिड़ियाघर ले जाऊंगा ഏതിലാണ് വരുന്നത്? ദുഹര ഉദ്ധരൺ. और मेरी दादी जी ने गीता, रामचरितमानस दोनों पुस्तकें पढ़ी है. मेरी दादी जी, എൻ്റെ ഗ്രാൻഡ് ഫാദർ. പിന്നെ പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാന്ന് എടുത്തു പറയുന്നതാണ് ഇത് ഗീത, രാമചരിത് മാനസ്. അതും ഏതിലാ വരിക? ഗീത എന്ന് പറയുന്നത് ഇഖര ഉദ്ധരൺ. ഒറ്റൊരു സിംഗിൾ ഫോൾഡഡ് മാത്രമേ അതിന് വരുന്നുള്ളൂ. രാമചരിത് മാനസ് ഓൾസോ. ആജ് ഇത്നാ ഹേ. നല്ലപോലെ നിങ്ങൾ പഠിക്കണം, എഴുതി തന്നെ പഠിക്കണം. ഈ ലെസണിൽ വരുന്ന ഗ്രാമർ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കാം. ധന്യവാദം.